നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അഡ്ജസൻസി മെട്രിക്സ് ആണ്. അഡ്ജസൻസി മെട്രിക്സിലെ റോസും കോളംസും വെർട്ടീസസ് ആണ്. 1 if there is an edge between ith and jth vertices, 0 if there is no edge between them. ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ ടോട്ടൽ 6 വെർട്ടീസ് ആണ്. സോ റോസും നമ്മൾ V1 to V6 എഴുതി, കോളംസും V1 to V6 എഴുതി. അത് കഴിഞ്ഞ് ആ വേർട്ടെക്സിന് ഏതൊക്കെ വേർട്ടീസസിലേക്കാണോ എഡ്ജ് ഉള്ളത് അതിന് 1 കൊടുക്കണം, എഡ്ജ് ഇല്ലാത്ത വേർട്ടീസസിന് 0 കൊടുക്കണം. ഇപ്പോൾ V1 V6ലേക്കും V2ലേക്കും V4ലേക്കും എഡ്ജ് ഉള്ളതുകൊണ്ട് അതിന് 3നും 1 ഇട്ട് കൊടുത്തു, ബാക്കി എല്ലാ വേർട്ടീസസിനും 0 ഇട്ട് കൊടുത്തു. ഇപ്പോൾ V5നാണെങ്കിൽ V4ലേക്കും V2ലേക്കും എഡ്ജ് ഉള്ളതുകൊണ്ട് അതിന് 1 കൊടുത്തു, ബാക്കിയൊക്കെ 0s കൊടുത്തു. V6നാണെങ്കിൽ എഡ്ജ് V4ലേക്കും V1ലേക്കും V2ലേക്കുമാണ്, അതിന് 1 കൊടുത്തു, ബാക്കി എല്ലാ വേർട്ടീസസിനും 0 കൊടുത്തു. ഇങ്ങനെയാണ് എല്ലാ വേർട്ടീസസിൻ്റെയും അഡ്ജസൻസി മെട്രിക്സ് എഴുതുക. ഇനി ഡ്രോ ദി അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറഞ്ഞ് തരുവാണെങ്കിൽ ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ ടോട്ടൽ 4 വേർട്ടീസസ് ആണ്. സോ റോസും കോളംസും നമ്മൾ വേർട്ടീസസ് ആയിട്ട് എഴുതി. നെക്സ്റ്റ് നമ്മൾ V1 നോക്കുക. V1 എഡ്ജ് പോകുന്നത് V4ലേക്കും V2ലേക്കുമാണ്. സോ അതിന് രണ്ടിനും 1 കൊടുത്തു, ബാക്കിയെല്ലാം 0 കൊടുത്തു. V2ന് എഡ്ജ് പോകുന്നത് V2ലേക്ക് തന്നെ പോകുന്നുണ്ട്, V3ലേക്കും V1ലേക്കും പോകുന്നുണ്ട്. സോ V4ന് 0 കൊടുത്തു, ബാക്കി എല്ലാത്തിനും 1 കൊടുത്തു. V3ക്ക് എഡ്ജ് പോകുന്നത് V4ലേക്കും V2ലേക്കുമാണ്. സോ അതിന് രണ്ടിനും 1 കൊടുത്തു, ബാക്കി 2 വെർട്ടീസസിന് 0 കൊടുത്തു. ഇതുപോലെ തന്നെ V4ന് എഡ്ജ് പോകുന്നത് V4ലേക്ക് V1ലേക്ക് V3ലേക്ക്. സോ ഇതിന് 3നും 1 കൊടുത്തു, V2ന് 0 കൊടുത്തു. നെക്സ്റ്റ് ആണ് ഡ്രോ ദി ഗ്രാഫ് ഫ്രം ദി അഡ്ജസൻസി മെട്രിക്സ് ഗിവൻ. ഇൻസിഡൻസ് മെട്രിക്സ് ആകുമ്പോൾ തന്നിരിക്കുന്ന ട്രാൻസ്പോസ് ആയിരിക്കും, പക്ഷേ അഡ്ജസൻസി മെട്രിക്സിന് ഡ്രോ ദ ഗ്രാഫ് എന്ന് പറഞ്ഞ് തരുവാണെങ്കിൽ അത് ഓൾറെഡി ഉള്ള ഗ്രാഫ് തന്നെയായിരിക്കും തന്നിട്ടുണ്ടാവുക. സോ നമുക്കതുപോലെ തന്നെ വരയ്ക്കാം. V1 എന്ന് പറയുന്ന വേർട്ടെക്സിന് എഡ്ജ് പോകുന്നത് V4ലേക്കും V5ലേക്കുമാണ്. V2 എന്ന് പറയുന്ന എഡ്ജിന് വേർട്ടെക്സിന് V3ലേക്കാണ് എഡ്ജ് പോകുന്നത്. സോ V2 V3 അത് ഇതിൽ പെടാത്തതുകൊണ്ട് മറ്റൊരു ഗ്രാഫായിട്ട് വരയ്ക്കാം. നെക്സ്റ്റ് V3ക്ക് എഡ്ജ് പോകുന്നത് V2ലേക്കാണ്, അത് കാണിച്ചിട്ടുണ്ട്. V4ന് എഡ്ജ് പോകുന്നത് V1ലേക്കും V5ലേക്കുമാണ്, അതും ഓൾറെഡി ഉണ്ട്. V5ന് എഡ്ജ് പോകുന്നത് V1ലേക്കും V4ലേക്കുമാണ്. സോ നമുക്ക് ഈ ഗ്രാഫ് വരച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മൾ മെട്രിക്സ് നോക്കി വരച്ചിരിക്കുന്നത് ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. നമുക്ക് ഈ ഡിസ്കണക്റ്റഡ് ഗ്രാഫിനെ ഇൻസിഡൻസ് മെട്രിക്സ് എഴുതിയ പോലെ തന്നെ A of G 0 0 A of G ആ ഫോമിൽ എഴുതാനായിട്ട് പറ്റും. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് അഡ്ജസൻസി മെട്രിക്സ് ആണ്. പ്രിൻസിപ്പൽ ഡയഗണൽസ് ഓഫ് X ആർ ഓൾ സീറോസ് ഇഫ് ദ ഗ്രാഫ് ഹാസ് നോ ലൂപ്സ്. ലൂപ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഡയഗണൽസ് എല്ലാം 0 ആയിരിക്കും, ഫസ്റ്റ് ഗ്രാഫിൽ കാണുന്ന പോലെ. സെക്കൻഡ് ഗ്രാഫിൻ്റെ മെട്രിക്സിൽ ലൂപ്സ് ഉള്ളതുകൊണ്ട് ഡയഗണൽസ് 0 അല്ല. സോ ഇഫ് ദ ഗ്രാഫ് ഹാസ് നോ ലൂപ്സ് പ്രിൻസിപ്പൽ ഡയഗണൽ ഓഫ് X ആർ ഓൾ സീറോസ്. Second, if no loops, degree of vertex equal to the number of ones in the corresponding row or column. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് വൺസ് ആയിരിക്കും ആ വേർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്, റോയിലാണെങ്കിലും കോളമിലാണെങ്കിലും. ഇപ്പോൾ V6ൻ്റെ നമ്പർ ഓഫ് വൺസ് 3 ആണ്. സോ V6ൻ്റെ ഡിഗ്രി 3 ആണ്. V4ൻ്റെ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് 4 ആണ്. സോ V4ൻ്റെ ഡിഗ്രി 4 ആണ്. Next, a graph G is disconnected and is in 2 components G1 and G2 if and only if x equal to x of G1 0 0 x of G2. ഈ ഫോമിൽ നമുക്ക് മെട്രിക്സ് ആക്കി എഴുതാനായിട്ട് സാധിക്കും. Given any square symmetric binary matrix Q of order n, we can construct a graph of n vertices if Q is the adjacency matrix of G. സ്ക്വയർ മെട്രിക്സോ സിമെട്രിക് മെട്രിക്സോ ബൈനറി മെട്രിക്സോ ആകട്ടെ, നമുക്ക് n വേർട്ടീസ് യൂസ് ചെയ്തൊരു ഗ്രാഫ് കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ Q എന്ന് പറയുന്ന അഡ്ജസൻസി മെട്രിക്സ് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് പാത്ത് മെട്രിക്സ് ആണ്. 2 വേർട്ടീസസ് തമ്മിലുള്ള പാത്ത് കണ്ടുപിടിക്കാനായിട്ടാണ് പാത്ത് മെട്രിക്സ് യൂസ് ചെയ്യുക. ഇവിടെ നമ്മളിപ്പോൾ P of V3 V4 ഇവർക്കിടയിലുള്ള പാത്താണ് കണ്ടുപിടിക്കുന്നത്. V3യിൽ നിന്ന് V4ലേക്കുള്ള പാത്ത് ഒന്ന് സെറ്റ് HE വരും, പിന്നെ വരുന്നത് സെറ്റ് HGC വരും, പിന്നെ സെറ്റ് HFDC വരും. അപ്പോൾ ഈ 3 പാത്താണ് V3യിൽ നിന്ന് V4ലേക്ക് എത്താനായിട്ടുള്ളത്. സോ നമ്മൾ എഡ്ജസ് റോസ് ആയിട്ടും കോളംസ് പാർട്സ് ആയിട്ട് എഴുതുന്നു. P1 P2 P3 എഴുതുന്നു. ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് H വരെയാണ്. സോ ABCDEFGH എഴുതി. അതിനുശേഷം നമ്മൾ നോക്കാം, പാത്ത് ഫസ്റ്റ് HE ആണ്. അപ്പോൾ Hനും Eക്കും 1 കൊടുക്കുന്നു, ബാക്കി എല്ലാത്തിനും
0 ഇട്ട് കൊടുക്കുന്നു. നെക്സ്റ്റ് P2 എന്ന് പറയുന്നത് HGC ആണ്. സോ Hനും Gക്കും Cക്കും 1 കൊടുക്കുന്നു, ബാക്കിയൊക്കെ 0 ഇട്ട് കൊടുക്കുന്നു. HFDC ആണ് P3. സോ HFDC 1 കൊടുക്കുന്നു, ബാക്കി എല്ലാ എഡ്ജസ്റ്റും 0 കൊടുക്കുന്നു. ഇതിൽ Aയും Bയും ഫുൾ 0 ആണ്. അതായത് Aയും Bയും ഒരു പാത്തിലും ഭാഗമല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. H ഫുള്ള് 1 ആണ്. അതായത് H 3 പാത്തിലും കോമൺ ആയതുകൊണ്ടാണ് അങ്ങനെ. നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് പാത്ത് ബിറ്റ്വീൻ V1, V3 ഇൻ ദ ഗ്രാഫ്. V1ൽ നിന്ന് V3യിലേക്കുള്ള പാത്ത്സ്. ഫസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് E1, E2 ആണ്. സെക്കൻഡ് പാത്ത് E7, E5 ആണ്. തേർഡ് പാത്ത് എന്ന് പറയുന്നത് E7, E8, E2 ആണ്. ഫോർത്ത് പാത്ത് E1, E8, E5 ആണ്. ഇങ്ങനെ 4 പാത്ത്സ് ഉണ്ട്. സോ എഡ്ജസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്ന് പറയുന്നത് 8 ആണ്. സോ എഡ്ജസ് നമ്മൾ റോസ് ആയിട്ട് എഴുതി, 4 പാത്ത് നമ്മൾ കോളംസ് ആയിട്ട് എഴുതി. നെക്സ്റ്റ് ഇനി പാത്തിൽ E1, E2 ആണുള്ളത്. സോ അതിന് 1 കൊടുത്തു, ബാക്കിയെല്ലാം 0 കൊടുത്തു. P2ന് E7, E5 ആണ് വരിക. സോ അതിന് 1 കൊടുത്തു, ബാക്കി എല്ലാത്തിനും 0 കൊടുത്തു. P3ക്ക് E7, E8, E2 1 കൊടുത്തു, ബാക്കി എല്ലാ എഡ്ജസും 0 കൊടുത്തു. P4ന് E1, E8, E5 1 കൊടുത്തു, ബാക്കി എല്ലാ എഡ്ജസും 0 കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാത്ത് മെട്രിക്സ് വരയ്ക്കുക. ഇനി അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് പാത്ത് മെട്രിക്സ് ഉണ്ട്. കോളം ഓഫ് ഓൾ സീറോസ് മീൻസ് എഡ്ജ് ഈസ് നോട്ട് ഇൻ എനി പാത്ത് ബിറ്റ്വീൻ U and V. അതാണ് കോളം എയും ബിയും. എ കോളം ഓഫ് ഓൾ 1 മീൻസ് എഡ്ജ് ഈസ് ഇൻ എവരി പാത്ത് ബിറ്റ്വീൻ U and V. അതാണ് H. ദർ ഈസ് നോ റോ വിത്ത് ഓൾ സീറോസ്. എല്ലാം സീറോസ് ആയിട്ടുള്ള ഒരു റോ പോലും ഉണ്ടാവില്ല, കാരണം അങ്ങനെയാണെങ്കിൽ അതൊരു പാത്ത് ഫോം ചെയ്യില്ല.